أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാനമുള്ള കുറ്റ്യാടി തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട അബു ഇസ്ഹാഖ് ഇസ്മായിൽ ഉസ്താദ്, മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട പരീക്കുട്ടി ഹാജി, ബഹുമാനമുള്ള അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇൽമിൻ്റെയും തഖ്വയുടെയും മാർഗത്തിൽ വളരെ കഠിനമായി അധ്വാനിക്കുന്ന, പേര് പറയാൻ മാത്രവും അതിനപ്പുറവും സമുന്നതരായ ഉലമാക്കളെ, ഉമറാക്കളെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരും വർത്താനം പറയരുത്, അച്ചടക്കത്തിലിരിക്കണം, മിണ്ടരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാവോ, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ഒരു സദസ്സാണ്. ഈ സദസ്സ് ഏറ്റവും അനർഘമാണ്. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സദസ്സാണ്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനം ഈ സദസ്സിൽ ഹാജരാവുക, ഈ സദസ്സിൽ നിന്ന് പഠിക്കുക എന്നത് തന്നെയാണ്. കാരണം ഫളു കലാമില്ലാഹി അലാ സാഇരിൽ കലാം കഫളില്ലാഹി അലാ ഖൽഖിഹി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു. അള്ളാഹുവിൻ്റെ കലാമും മറ്റുള്ളവരുടെ കലാമും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ചില ഇമ്പോർട്ടൻ്റായ ഭാഗങ്ങൾ പറയാനുണ്ട്. 2 ദിവസം പറയേണ്ട വിഷയമാണ് കലാസാഹിത്യങ്ങളുടെ നാശം എന്ന് ഞാൻ മനസ്സിലാക്കും. പക്ഷെ നമ്മുടെ ദിവസങ്ങൾ വളരെ പരിമിതമാണ്. രണ്ടാമത് ആത്മീയ ചികിത്സ, സത്യവും മിഥ്യയും എന്ന ഒരു വിഷയം കൂടി ഇന്ന് പറയാനുണ്ട്. അതിന് നിശ്ചയിക്കപ്പെട്ട വിഷയമാണ്, പ്രധാനപ്പെട്ടതാണ്. തീർന്നില്ലെങ്കിൽ അടുത്ത് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്താൽ ഇനിയുള്ള വർഷങ്ങളിലുമൊക്കെ പറയും. ഇതൊന്നും വിജ്ഞാനത്തിൻ്റെ അവസാനമാണെന്ന് പറയുകയല്ല, ഞാൻ ചില വിചാരപ്പെടുത്തലുകൾ നടത്തുക മാത്രമാണ്. ഓരോരുത്തരും ഞാൻ അഡ്വാൻസായി പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറയണമെന്നില്ല. ഞാൻ സത്യത്തോട് താദാത്മ്യം പുലർത്തും. പറഞ്ഞത് അബദ്ധമാണെന്ന് ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ, തെളിവോടുകൂടെ രേഖയോടുകൂടെ ആരെങ്കിലും വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തിയാൽ അത് അംഗീകരിക്കുകയും ചെയ്യും. പറഞ്ഞതിനർത്ഥം ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്നല്ല. 10 പ്രാവശ്യം കാല് ഉറപ്പിച്ച് ചവിട്ടിയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ എന്നുകൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് യഖീനായ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇന്നുവരെ നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയും. അതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പല ആളുകളും ഈ സദസ്സിലുണ്ടാകും. സത്യത്തോട് പൂർണ്ണമായി നീതി പുലർത്തും. നിങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ ചികിത്സ, സത്യവും മിഥ്യയും എന്നുള്ള വിഷയം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആത്മീയ ചികിത്സ അനിവാര്യമായി വരുന്ന ഘടകങ്ങളുണ്ട്. അത് നോക്കൂ, ഇന്ന് പ്രധാനമായി നമ്മൾ ആത്മീയ ചികിത്സയെ ഒരു വിഭാഗം, 2 വിഭാഗം ആളുകളാണ്. 2 വിഭാഗം ആളുകൾ, ഒന്നുകൂടി വ്യവച്ഛേദിച്ച് പറഞ്ഞാൽ 3 വിഭാഗം ആളുകളെ ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയും ഈ രംഗത്ത്. ഒന്ന്, ആത്മീയ ചികിത്സ മുഴുവനും വ്യർത്ഥമാണ്, വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിമിതമായതെങ്കിലുമായ ആളുകൾ സത്യത്തിൽ അവർ വിഡ്ഢിത്തത്തിന്റെ പുറത്തേറി യാത്ര ചെയ്യുകയാണ്. ഒന്ന്.
അവർ കാര്യത്തെ ബോധ്യപ്പെട്ടിട്ടും കണ്ടില്ല എന്ന് പറയുകയാണ്. അവർ അവാസ്തവത്തിന്റെ ഉടമകളാണ് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ എല്ലാം കൊണ്ടുപോയി സിഹറിലും മാരണത്തിലും കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതിന് ശുദ്ധിയുള്ളതിനേക്കാൾ ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്ക വെക്കുകയും മുസ്ലിം സമുദായത്തിൽ തന്നെ അർഹതയില്ലാത്ത ചികിത്സാരികളെ സമീപിക്കുകയും അനർഹമായ ചികിത്സ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവരിൽ ജലദോഷം ഉണ്ടായാൽ പോലും അവരത് സിഹറാണെന്ന് ധരിച്ചു പോകുന്നു. അങ്ങനെയുള്ള വിഭാഗം. എന്നിട്ട് ഇവിടെ കുറെ ആൾ ദൈവങ്ങൾക്ക് പകരമുള്ള ചില ആൾ ദൈവങ്ങളെ അവർ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ശരഈയായ മാനദണ്ഡത്തിനനുസരിച്ച് വഴിപ്പെടുന്നു. ഖൈറുൽ ഉമൂരി ഔസതുഹ, ഒരു കാര്യത്തിലെ ഖൈറായ വിഭാഗം മധ്യവിഭാഗമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാത്തിൻ്റെയും മധ്യയാണ്. ആത്മീയ ചികിത്സ എന്നൊരു കാര്യം വേണ്ട, അത് തട്ടിപ്പാണെന്ന് പറയുന്ന ഇന്നത്തെ ചില ഉൽപ്പതിഷ്ണു ശൈലി, അത് അബദ്ധത്തിന്റെ അബദ്ധമാണ്. തനി അബദ്ധം, വളരെ തെറ്റായ അബദ്ധമാണ്. വളരെ വലിയ മോശപ്പെട്ട അബദ്ധത്തിലാണ് അവർ ചെന്ന് ചാടിയിട്ടുള്ളത്. അതുമല്ല, എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ കാണുന്നത് മുഴുവനും പൈശാചികമാണെന്ന് ധരിക്കുകയും അതിന് അർഹതയില്ലാത്ത ചികിത്സ, അർഹതയുള്ള ചികിത്സയുമുണ്ട്, അർഹത ഇല്ലാത്ത ചികിത്സയുമുണ്ട്, അർഹതയുള്ള ചികിത്സാരികളുണ്ട്, അർഹത ഇല്ലാത്ത ചികിത്സാരികളുമുണ്ട്. ഒരു പക്ഷേ അർഹത ഇല്ലാത്ത ചികിത്സാരികളാണ് ഇന്ന് ഏറിയ കൂറും എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. ഇത് രണ്ടിൻ്റെയും മധ്യയാണ് സത്യത്തിന്റെ വിഭാഗം എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്താം. അപ്പൊ ഈ ചികിത്സ, പൈശാചികത, അതിനെ തടയുന്ന ആത്മീയ ചികിത്സ, ഇതിൽ നമ്മൾ ബേസ് ചെയ്യുക. അതിനാദ്യം പൈശാചികത എന്താണ്, പിശാജ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. നോക്കൂ, അബുൽ ജാനാണ് ഇബ്ലീസ്. അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അബുൽ ജാൻ, ജിന്നുകളുടെ ബാപ്പ എന്നാണ് ഇബ്ലീസിനെ പറയപ്പെടുന്നത്. അബുൽ ജാനാണ്. അബുൽ ജാൻ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലേ, സൂറത്തുൽ കഹ്ഫിൽ സൂറത്തുൽ കഹ്ഫിൽ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ശ്രദ്ധിക്കുക. ഇല്ല എന്ന് പറയരുത്. ഇല്ല എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ജിന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ കോഴിക്കോട്ട് തന്നെ ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടുജാതി മനുഷ്യരാണ് എന്ന് പറഞ്ഞ ഒരാൾ ഈ കോഴിക്കോട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള പുത്തൻ രംഗപ്രവേശത്തെ നമ്മൾ പേടിക്കേണ്ടതാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ. പക്ഷെ ചിന്തിക്കുക വിശ്വാസികളെ, എന്തുകൊണ്ട് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല ഒന്നാമതായി പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ജനവിഭാഗം എന്ന. അദൃശ്യമായ കാര്യം നമ്മൾ കാണുന്നില്ല, പക്ഷേ ആ കാര്യം ബഹുമാനപ്പെട്ട ശറഅ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തെ വിശ്വസിക്കുന്ന ആളുകളാണ്, അവരാണ് മുത്തഖീങ്ങൾ. മനസ്സിലായില്ലേ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അത് പറഞ്ഞിട്ട് പിന്നെയാണ് വയുഖീമുന സ്വലാത്ത എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരത്തെക്കാളും പോലും പ്രധാനം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ജിന്നില്ല എന്ന് പറയുന്നത് ജിന്നാണല്ലോ. നോക്കൂ നിങ്ങൾ, അബുൽ ജാൻ, ശൈത്വാൻ, ഇബ്ലീസ്. അപ്പോൾ ജിന്നിനെ കുറിച്ചൊരു പഠനം നടത്താതെ ജിന്ന് സംബന്ധമായ ജിന്ന്, ഷൈത്താൻ ഖുർആൻ രണ്ട് മാനദണ്ഡമാണ് പറയുന്നത്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അൻആമിന്റെ 12ാമത്തെ വചനം, അൻആമിന്റെ 12ാമത്തെ വചനം പറയുന്നുണ്ട്, ശൈത്താന്മാർ എന്നാൽ ഷയാത്വീനൽ ഇൻസി വൽ ജിന്നാണ്. മനുഷ്യരിലും ജിന്നുകളിലുള്ള മോശപ്പെട്ട ജനവിഭാഗമാണ് ശൈത്താന്മാർ. മനുഷ്യരിലെ മോശപ്പെട്ടവരും ശൈത്താനാണ്, ജിന്നുകളിലെ മോശപ്പെട്ടവരും ശൈത്താനാണ്. എന്നാൽ മനുഷ്യരിലെ മോശപ്പെട്ടവരെക്കാൾ ഒരു നിലക്ക് വലിയ അബദ്ധങ്ങൾ കൊണ്ടുവരും ജിന്നിൽ. എന്തുകൊണ്ട്? മനുഷ്യരെക്കാൾ പ്രത്യക്ഷ ലോകത്ത് അവർക്ക് കുറച്ചുകൂടി കഴിവ് ചില പ്രത്യേക വിഷയങ്ങളിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് ശൈത്താൻ എന്ന് പറയുന്നത്. ജിന്നിലും ഇൻസിലുമുള്ള മോശപ്പെട്ട ജനവിഭാഗമാകുന്നു. ജിന്നിനെ നിഷേധിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരധ്യായം തന്നെ സൂറത്തുൽ ജിന്ന്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. സൂറത്തുൽ ജിന്നിന്റെ ആദ്യത്തെ വചനം. ഒരു വിഭാഗം ആളുകൾ ഖുർആൻ കേൾക്കാൻ വന്നു, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വന്നിട്ട് ഖാലു എനിക്ക് വഹയി ലഭിച്ചു അന്ന ഉസ്തമഅ നഫറും മിനൽ ജിന്നി, ഒരു സംഘം ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു ഖുർആൻ. എന്നിട്ട് ഫഖാലു, അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഒരു അത്ഭുതപ്പെട്ട ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടുവല്ലോ എന്ന്. ഗ്രന്ഥം എന്നാണ് ഇവിടെ ഖുർആന്റെ അർത്ഥം. എന്തുകൊണ്ട് ഈ കേട്ടത് ഖുർആനാണോ എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾക്കൊക്കെ ഖുർആൻ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്, ആ ശൈലി അവർക്കും ഇടയിലുണ്ട്. അപ്പോൾ അവൾ ഗ്രന്ഥത്തെ വായിക്കുകയും വായന കേൾക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് എന്നും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് സ്വറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്ന് യസ്തമിഊനൽ ഖുർആൻ. അഹ്ഖാഫിലെ 29-ാമത്തെ വചനം. ഒരു സംഘം ജിന്നുകളെ അങ്ങയുടെ അരികിലേക്ക് ഞാൻ തിരിച്ചുവിട്ട രംഗം ഓർമ്മയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഹ്ഖാഫ് 29. മാത്രമല്ല നമുക്കൊക്കെ അറിയുന്ന രായത്ത് ദാരിയാത്തിൽ 56 വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. അവ ജിന്നിനെ നിഷേധിക്കരുത്. ജിന്നിനെ നിഷേധിക്കുന്നത് ഖുർആനിനെ നിഷേധിക്കുകയാണ്. അത് മൗഢ്യമാണ്, അത് അബദ്ധമാണ്, അത് തെറ്റാണ് എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ തന്നെ പറയുന്നു. ഞാൻ ഇബ്നു തൈമിയ തന്നെ ഇവിടെ പിടിക്കുന്നത് കേരളത്തിലെ ഒരു വിഭാഗത്തിന്റെ ചില പുരോഗമനവാദികളെങ്കിലും നേതാവെന്ന് വിചാരിക്കുന്ന ആളാണല്ലോ ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ ഫതാവയുടെ 19-ാം വാള്യം അദ്ദേഹം പറയുന്നുണ്ട്, ലം യുഖാലിഫു അഹദും മിൻ തവായിഫിൽ മുസ്ലിമീന ഫീ വുജൂദിൽ ജിന്നി. ജിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ലോകത്തെ ഒരു മുസ്ലിം ജനവിഭാഗത്തിൽ ഒരാളും എതിര് പറഞ്ഞിട്ടില്ല. മാത്രമല്ല വലാ ഫീ ഉർസില മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, മുഹമ്മദ് നബിയെ ജിന്നിലേക്ക് കൂടി അയക്കപ്പെട്ട നബിയാണ് എന്ന് ആ കാര്യത്തിൽ ലോകത്തെ ഒരു സമൂഹത്തിനും തർക്കമില്ല. വജുംഹൂറു തവായിഫിൽ കുഫാരി അലാ ഇസ്ബാത്തിൽ ജിന്നി, മുസ്ലിമീങ്ങൾ മാത്രമല്ല കാഫിരീങ്ങളും ജിന്നുണ്ട് എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. അമ്മാ അഹ്ലുൽ കിതാബി മിനൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളായ അഹ്ലുൽ കിതാബ് ഉണ്ടല്ലോ, യുഖിറൂന ബിഹിം, അവരും ജിന്ന് അംഗീകരിക്കുന്നുണ്ട്, യഖിറൂന ബിഹിം, അവരും ജിന്ന് അംഗീകരിക്കുന്നുണ്ട്. കൈഖറാരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ജിന്നുകൾ അംഗീകരിക്കും പോലെ ഈ ലോകത്തെ സത്യനിഷേധികളുടെ ജനവിഭാഗം കൂടി ജിന്നിനെ അംഗീകരിക്കുന്നുണ്ട്. സത്യനിഷേധികൾ ജിന്നുകളെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം വിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയുടെ ബാബു ദിക്റിൽ ജിന്ന് എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ജിന്നിനെ നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ പറയുന്നു. അപ്പൊ ലോകത്ത് ഇജ്മാ ഉള്ള വിഷയമാണ്. ഇജ്മാഇനെ പൊളിക്കുക വലിയ ഹറാമാണ്, തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട ലോക പണ്ഡിത ഫത്വയുണ്ട്. മാത്രമല്ല ഫമൻ അൻകറൽ ജിന്ന, ഒരാൾ ജിന്നിനെ നിഷേധിച്ചു അല്ലെങ്കിൽ തഅവ്വല ഫീഹിം തഅ്വീലൻ, അതിൽ എന്തെങ്കിലും ഒരു തെവീൽ പറഞ്ഞു, ജിന്ന് പറഞ്ഞാൽ കാട്ടിയാതിയാന്ന് പറഞ്ഞു എങ്കിൽ ഖുർആൻ ഹദീസും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി തരുന്ന ഏതെങ്കിലും ഒരു അർത്ഥമല്ലാത്ത വേറൊരു അർത്ഥം ജിന്നിന് ആരെങ്കിലും കൽപ്പിച്ചാൽ ഫഹുവ കാഫിറുൻ, ആ ആൾ കാഫിറാകുമെന്ന് ഇബ്നു തൈമിയ തന്റെ മജ്മുഅത്ത് ഫതാവ 19-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, വളരെ ഗൗരവമായി ചിന്തിക്കണം. മജ്മുഅത്ത് ഫതാവ തന്നെ വേറൊരു ഉദ്ധരണി കൂടി ഞാൻ വായിക്കാം. അൽ ജിന്നു, ജിന്ന് യതസവറുന ഫീ സുവരിൽ ഇൻസി, ജിന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാക്കണം. നിങ്ങൾ പല ആളുകൾ ഒരു പക്ഷെ കേട്ടിട്ടില്ലാത്ത ഒരു പാഠാണ് ഈ പഠിപ്പിക്കുന്നത്. നല്ല പോലെ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ ഈ പൈശാചിക രോഗം എന്ത്, അതിന്റെ ചികിത്സ എന്ത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ജിന്ന് യതസവറുന ഫീ സുവരിൽ ഇൻസി, മനുഷ്യരൂപത്തിൽ അവർ വരും. വൽബഹായിമി, മൃഗങ്ങളുടെ രൂപത്തിൽ വരും. ഈ ഒടിയൻ അങ്ങനല്ലേ, ഒടി അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, അതിൽ ഈ കാളയുടെ ഒക്കെ അല്ലേ, അതിനിപ്പോ ബുഖാരി ഓതേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് പറയും മനുഷ്യന്മാരെ അല്ലേ. അങ്ങനെ ഓടി അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ അതന്നെ അപ്പി പറഞ്ഞത്. ഫീസ്വരിൽ ഇൻസി ഒക്കെ ജിന്നാണ്, ശൈത്താൻ ജിന്ന്. വൽ ഇൻസി, മലക്കുകൾ അങ്ങനെ വരില്ല. മലക്കുകൾ മനുഷ്യന്മാർക്ക് റഹ്മത്തെ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അള്ളാന്റെ കൽപ്പന മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഫീസ്വരിൽ ഇൻസി, മനുഷ്യരൂപേണ വരും. വൽ ബഹായിമി, ജിന്നുകൾ മുഴുവനും മോശമെന്ന് മനസ്സിലാക്കുകയും വേണ്ട. മിനൽ ജിന്നത്തി വൽ നാസ്, ഈ രണ്ടു കൂട്ടത്തിലും മോശത്തിലുണ്ട് എന്ന് പറഞ്ഞു ഖുർആൻ. ജിന്ന് ഇൻസിനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. മിനൽ ജിന്നത്തി
വന്നാസ്. രണ്ട് വിഭാഗത്തിൽ മോശപ്പെട്ടവരുണ്ട്. ആ മോശപ്പെട്ടവർ അവരവരെ കഴിവനുസരിച്ച് അബദ്ധങ്ങൾ ചെയ്യും, തിന്മ ചെയ്യും. ജിന്നുകൾക്ക് കുറച്ചുകൂടി കഴിവ് അല്ലാഹു കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കൂടുതൽ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള വിഷയം ചിന്തിക്കുക. വൽബഹായിമി മൃഗരൂപേണ വരും, ഫയതസഫറൂന ഫീ സുവരിൽ ഹയ്യാത്തി പാമ്പിന്റെ രൂപേണ വരും, വൽ അഖാരിബി തേളിന്റെ രൂപേണ വരും, വഗൈരിഹ മിൻ സുവരിൽ ഇബ്ലി ഒട്ടകം, വൽ ബഖരി കാള, വൽ ഗനമി ആട്, വൽ ബിഗാലി കോവർ കഴുത, വൽ ഹമീരി കഴുത, വഫീ സുവരി തുയൂരി പക്ഷികളുടെ രൂപേണ വരാം, വഫീ സുവരി ബനി ആദം വഫീ സുവരി ബനി ആദം മനുഷ്യരൂപേണ വരാം. കമാ അത ശൈത്വാനു ഖുറൈശൻ ഫീ സൂറത്തി സുറാഖ സുറാഖയുടെ രൂപേണയാണല്ലോ, സുറാഖയുടെ രൂപേണയാണല്ലോ. ഇത് സയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ ആരും ഇന്ന് തോപ്പിക്കൂല എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ച് സുറാഖയുടെ രൂപേണ വന്ന് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. മനുഷ്യരൂപേണയും വരും എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഇതും ഇബ്നു തൈമിയ തന്റെ ഫത്താവയുടെ 19-ാം വാള്യത്തിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിന് ഈ കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ തർക്കിക്കുന്ന ഒരു സമൂഹം കൂടി ഉണ്ട്. അവർ യഥാർത്ഥത്തെ മനസ്സിലാക്കണം. ഇന്ന് ഒന്ന് നാളൊന്ന് എന്ന് പറയരുത്, അങ്ങനെ പറയരുത്. ഈ കഴിഞ്ഞ കാലഘട്ടം വരെ സൗദി അറേബ്യയിലെ രാജാവിന്റെ കൈ ആ നാട്ടിൽ സൗകര്യം കിട്ടുമെന്നവർ മുഴുവനും ചുംബിക്കുന്നത് 8 കൊല്ലം TV-യിൽ കണ്ട ആളാണ് ഞാൻ. വാർത്ത വായിക്കുന്നതിൻ്റെ ഇടയിൽ മുഴുവനും ഇതുണ്ടാവും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതൊരു പുതിയ രൂപേണ വന്നിരിക്കുന്നു. കൈ ചുംബിക്കുക എന്നത് ശിർക്കിന്റെ ഭാഗമാണെന്ന് പുതിയ രാജാവ് പറഞ്ഞിരിക്കുന്നു. അതോടുകൂടെ ആകെ പ്രശ്നമായി. ഇപ്പോൾ എല്ലാവരും അതിന്റെ പിന്നാലെയാ. എന്നോട് തന്നെ ഒരാൾ പറഞ്ഞു, അബ്ദുള്ള രാജാവ് കൈ ചുംബിക്കണമെന്ന് മോശാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിയാരെ, ഇയാൾ വലിയ പടച്ചോന്റെ 2ാമത്തെ ആളാന്ന് തോന്നിപ്പോകും. ഈ അബ്ദുൾ ഇയാൾ ആരാണ്ട് പറയാൻ അയാൾ ആരാ? രാഷ്ട്രീയ നേതാക്കന്മാരാ ദീനിന്റെ കാര്യം പറയുന്നത്. അതിനിവിടെ ആലിമ്യങ്ങളുണ്ട്. ഇക്കാലം വരെ അപ്പോൾ ഉള്ള ഫാദിബിൻ അബ്ദുൽ അസ്സാര മുശ്രിക്ക. ലക്ഷക്കണക്കായ ആളുകൾ ഫാദി രാജാവിനെ കൈയൊമ്പിച്ചിരുന്നു, ലക്ഷക്കണക്കായ ആളുകൾ. അതൊരു വ്യായാമം പോലെ സൗദി ടെലിവിഷനിൽ വന്നിരുന്നു. വ്യായാമം പോലെ എല്ലാ ആഴ്ച ഉണ്ടായിരുന്നു. നമുക്ക് ഈ ശാസ്ത്ര സാഹിത്യത്തെ പരിഷത്തിന്റെ പാട്ട് പോലെ ആവരുത് ഇസ്ലാം മതം. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രിയായാൽ വില മാറിയുന്ന അങ്ങനെ ആകരുത്. രാവിലെ ഒരു അഭിപ്രായം, ഉച്ചക്ക് വേറെ അഭിപ്രായം, അങ്ങനെ ആകരുത്. ഇസ്ലാം ദീനറ കർശനമായ ഒരു സംഗതിയാ. അതൊന്നും അബദ്ധമല്ല. ഇനിയോ അബദ്ധം പോയിട്ട് ഷിർക്കിന്റെ വിചാരത്തോടെയും വിശ്വാസത്തോടെയും കൂടിയാണെങ്കിൽ ചുംബിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇങ്ങനെ കാട്ടിയാൽ പോലും അത് ഷിർക്ക. ഒന്ന് നമസ്തേ എന്ന് പറഞ്ഞാൽ ആ വിചാരത്തോടു കൂടിയാണെങ്കിൽ ഷിർക്കാകും. ആ വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ ചുംബിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ കൈ ചുംബിച്ചിരുന്ന ഹദീസ് കാണാം. സ്വഹാബികൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ കൈ പൊട്ടിയപ്പോൾ ആ കൈ കൂട്ടിയ ആ കൈയിന്റെ മുകളിൽ പിൽക്കാലത്തെ താബിഈങ്ങൾ ചുംബിച്ചിരുന്ന സംഭവം സ്വഹീഹ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി അത് അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അങ്ങനെ ആവരുത്. നമുക്കത് തോന്നുന്ന അതാണ് വിളിച്ചു പറയാ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല ഞാൻ പറയാം, ഞാൻ കണ്ട സത്യം പറയും. വരുന്നവർ വരാം, വരാത്തവർക്ക് പോകാം. അതിനൊന്നും ഇവിടെ കണക്കില്ല. ഇത് സത്യവും ഇത് യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെ ഒന്ന്, നാളെ രാവിലെ ഒന്ന്, അങ്ങനെ ആകരുത്. ഇത് ഇസ്ലാം ദീനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി ഇത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സാന്ദർഭികമായി പറഞ്ഞതാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസ്. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി നഫറൻ മിനൽ ജിന്നി, മദീനയിൽ ഒരു സംഘം ജിന്നുകൾ പുതിയതായി വന്നിട്ടുണ്ട്. ഖദ് അസ്ലമു, അവരിന്റെ അടുത്ത് വന്ന മുസ്ലിമായി. ഫമൻ റഅ ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി, അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് ദിവസം പാമ്പിനൊന്നും കാണുകയാണെങ്കിൽ ഫൽയുദ്ഹിൻഹു, പോകാൻ സമ്മതം കൊടുക്കണം. പൊയ്ക്കോ എന്ന് പറയണം. അത് നമ്മളെ മറ്റേ കൂട്ടരാണ് എന്ന് പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. എവിടുന്നോ വായിക്കല്ല, സ്വഹീഹ് മുസ്ലിം. ഒരു വിഭാഗം ആളുകൾ ജിന്നുകൾ ഇസ്ലാം മതം വിശ്വസിച്ചു. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഇനി ഫമൻ റഅ ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി, ഈ പാമ്പും കുട്ടികളൊക്കെ ആരെങ്കിലും കണ്ടാൽ ഫൽയുദ്ഹിൻഹു, സമ്മതം കൊടുക്കട്ടെ. ഫഇൻ ലഹ ബഅദു, പിന്നെയും കാണുകയാണെങ്കിൽ ഫൽയഖ്തൽഹു, കൊന്നോളൂ. ഫഇന്നഹു ശൈത്താനുൻ, ഒരിക്കലും മുസ്ലിമായ ജിന്ന് മനുഷ്യരെ ഉപദ്രവിക്കുകയില്ല. മുസ്ലിം എന്നാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന ഹദീസ് അവിടെയും സാർത്ഥകമാണ്. വളരെ വൃത്തിയാണ് കാര്യം. ഇങ്ങനെ കൂട്ടിച്ചാൽ എളുപ്പം മനസ്സിലാവും. സ്വഹീഹ് മുസ്ലിം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പാമ്പിന്റെ രൂപേണ പോലും അവർ വരാം. അവര് നമ്മളെപ്പോലെയുള്ള ജനവിഭാഗമാണ്, ഭക്ഷണം കഴിക്കുന്നവരാ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരി, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ സ്വഹാബിയായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അതൈതു റസൂല ഖുൽതു ലിറസൂലില്ലാഹി, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാ ബാലുൽ അദ്മി വറൗസതി, എല്ലും കാഷ്ടത്തിന്റെ ഉണങ്ങിയതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ഒരു കാര്യത്തിന് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഒരു വിശദമായ ഹദീസാണ്, പറയാൻ നേരമില്ലാത്തതുകൊണ്ടാ. എല്ല് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, എല്ല് അതേപോലെ ഉണങ്ങിയ കാഷ്ടം അതൊന്നും ആരും ഒരു കാര്യത്തിന് ഉപയോഗിക്കരുത്, അത് കണ്ടാൽ അതിനെ അത് ഒഴിവാക്കിയിട്ട് പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്താ നബിയെ അവിടുന്ന് അങ്ങനെ പറഞ്ഞത്, എല്ലും കാഷ്ടത്തിന് ഉണങ്ങിയതൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? ഫഖാല, ഹബീബ് പറഞ്ഞു, ഹുമാ മിൻ തുആമിൽ ജിന്നി, സ്വഹീഹുൽ ബുഖാരി, ഹുമാ മിൻ തുആമിൽ ജിന്നി. മനസ്സിലായോ? അപ്പൊ രണ്ട് കാര്യം മനസ്സിലായി ഈ ഹദീസിൽ നിന്ന്. ഒന്ന്, അവർ നമ്മെ മലക്കുകളെ പോലെയല്ല, മലക്കുകൾക്ക് ഭക്ഷണം ഇല്ല. ഇവർ മലക്കുകളെ പോലെ അല്ല, ഇവർക്ക് ഭക്ഷണം ഉണ്ട്. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭക്ഷണം ഒന്നും അല്ല. എന്താണ് പ്രധാന ഭക്ഷണം? മറ്റുള്ള ഉപയോഗിക്കാനല്ല, അവരുടെ പ്രധാന ഭക്ഷണം ഏതുപോലെ ഇപ്പൊ നമ്മളെ ഭക്ഷണത്തിനെ പറ്റിയും റസൂൽ പറയുന്നുണ്ട്, ഒരാൾ വലത്തെ കൈ കൊണ്ടല്ലാതെ തിന്നാൽ യൗകുലു മഅഹു ശൈത്താൻ, നമ്മളെപ്പം ശൈത്താൻ തിന്നും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ല് മാത്രം അല്ലാത്തും തിന്നും. മനസ്സിലായില്ലേ? കുറഞ്ഞ ബുദ്ധി ഉണ്ടായാൽ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഹബീബായ റസൂലുള്ളാഹി? അപ്പൊ നമ്മളെ ചോറ് ആര് തിന്നു? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നമ്മളെ ഈ ചോറ് ആര് തിന്നു? ശൈത്താൻ ഇബ്ലീസ് തിന്നും, ലഅനത്തുല്ലാഹി അലൈഹി. നമ്മളെ പോലെ അവൻ നമ്മളെ കൂടെ ഇരുന്നിട്ട് നമ്മളെ പാത്രത്തിൽ അവൻ കുടിക്കും. ചിലപ്പോൾ മിക്കവാറും ഇന്നലെ രാത്രി അത്താഴച്ചോറൊക്കെ ശൈത്താൻ്റെത് കൂടെ തിന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടാവുക. എങ്ങനെയാ? ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു വേണ്ട. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ, വലത്തെ കൈ കൊണ്ട് കഴിച്ചിട്ടില്ലെങ്കിൽ യൗകുലു മഅഹു ശൈത്താനുൻ, ശൈത്താൻ കൂടെ കഴിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവരെ പ്രധാനപ്പെട്ട ഭക്ഷണം എല്ലാണ്. അതുപോലെ തന്നെ ഈ കാഷ്ടത്തിന്റെ ഉണങ്ങിയ കഷ്ടങ്ങൾ അതൊക്കെയാണ് അവർ കഴിക്കുക. അതേപോലെ തന്നെ അവർക്ക് വിചാരങ്ങളുണ്ട്. അവർ സ്ത്രീകളിൽ ആഗ്രഹിക്കുന്നവരാണ്, സ്ത്രീകളെ പ്രാപിക്കുന്നവരാണ്. മനുഷ്യ സ്ത്രീകളെ വരെ അവർ പ്രാപിക്കാം എന്നൊക്കെ ലോക പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇക്കാലത്തുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ലോക പണ്ഡിതന്മാർക്ക്, കേരളത്തിലുള്ളവരും ഗൾഫിലുള്ളവരുമായ അനവധി പണ്ഡിതന്മാർ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫീഹിന്ന ഖാസിറാത്തുത് തറഫ് ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വളരെ പ്രത്യേകമായ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരുക്കി വെച്ച നിധിയായ ഹൂറുൽ ഈൻ എന്ന പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ആ പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടില്ല, മനുഷ്യനെ ഉപയോഗിച്ചിട്ടില്ല, ജിന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇന്ന് കാര്യം മനസ്സിലാക്കുക, ജിന്നുകൾ പെണ്ണുങ്ങളെ ഉപയോഗിക്കും. അവർ വിചാരമുള്ള സമൂഹങ്ങൾ തന്നെയാണ് എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. അവർ മരിക്കുകയും ചെയ്യും. പക്ഷെ ആയുസ് കുറച്ച് കൂടുതലാണ്. ഒരുപാട് ആയുസുണ്ട്. 2000 കൊല്ലമൊക്കെ ആയുസുള്ള ജിന്നുകളുണ്ട്. ഞാനത് വിശദീകരിക്കണില്ല. അതൊന്നിപ്പോൾ പറഞ്ഞാൽ ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾ അല്ല. എന്തുകൊണ്ട്? വൈബ്യായ ഇൽമാണ്. അതിലേക്കൊണ്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. 2000, 3000 ഒക്കെ ആയുസ് ഉണ്ടാവാം, 500 ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പല സംഭവങ്ങളും പറയുന്നുണ്ട്. പല പിൽക്കാലക്കാരായ ആളുകളും സ്വഹാബികളായ ജിന്നുകളെ കണ്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും കിടക്കണില്ല. സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസ് കേട്ടോളൂ. അത് പറയാ, ഹബീബായ റസൂലുള്ളാഹി كان النبي يقول يعني ابن عباس رضي الله عنهما كان النبي صلى الله عليه وسلم الله في يقول في دعائي എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. اللهم لك أسلمت وبك آمنت وإليك أنبت وبك خاصمت اللهم إني أعوذ بك عزتك لا إله إلا أنت أن تضلني أنت الحي لا يموت والجن والإنس يموتون. അള്ളാഹുവിനോട് കാവലിനെ തേടാവുന്ന പല വിഷയം പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു. ഞാൻ എല്ലാത്തിനും അർത്ഥം വെക്കണില്ല. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, അള്ളാഹുവേ, മരിക്കാത്ത നിന്നെ ഞാൻ ഏൽപ്പിക്കാണ് എല്ലാ കാര്യവും. വൽ ജിന്നു വൽ ഇൻസു, മനുഷ്യനും ജിന്നുകളൊക്കെ യമൂത്തുന, മരിക്കുമല്ലോ എന്ന്. അപ്പൊ ഈ ഹദീസിന് മനസ്സിലാക്കാം, ജിന്നുകൾ മരിക്കും. സ്വഹീഹുൽ ബുഖാരി. അവർ വലിയ ജോലി ചെയ്യും, വലിയ ജോലിയും. മടിയന്മാരാണെങ്കിലും ഏൽപ്പിച്ച ജോലിയൊക്കെ അവർ കറക്റ്റായി ചെയ്യും. മാത്രമല്ല, വലിയ ജോലിയാ, പെട്ടെന്ന്. فسخرنا له الريح تجري بأمره حيث شاء صاب والشياطين كل بناء وغواص. സൂറത്ത് സ്വാദിന്റെ 36, 37 വചനം എല്ലാവരും കേൾക്കണേ. സയ്യിദുനാ സുലൈമാൻ
സുലൈമാൻ നബിക്ക് അല്ലാഹു പിശാചുക്കളെ വഴിപ്പെടുത്തി കൊടുത്തിരുന്നു. വശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്. ബന്ന എന്നാൽ കെട്ടിടപ്പണിക്കാർ. ബാനി എന്ന് പറഞ്ഞാൽ കെട്ടിടപ്പണിക്കാരെന്ന അർത്ഥം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, വലിയ വിഷയമായി പറയും. ശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്. ബാനി എന്ന് പറഞ്ഞാൽ കെട്ടിടപ്പണിക്കാരെന്ന അർത്ഥം. ബന്ന എന്ന് പറഞ്ഞാൽ വല്ലാത്ത പണിക്കാർ. ജാലിസ്, ജലൂസ്, ലാരിബ്, ലറാബ്. ലാരിബ് അടിക്കുന്ന ആള്, ലറാബ് വല്ലാതെ അടിക്കുന്ന ചട്ടമ്പി. അടി തന്നെ അവന്റെ പ്രൊഫഷൻ തന്നെ അടിയാണ്, ഗുണ്ട, ലറാബ്. ബന്നാ ശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്. ഞൊടിയിട കൊണ്ട് ഒരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ശൈത്താന്മാരെ ഞാൻ സുലൈമാൻ നബിക്ക് വഴിപ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. വാസ് എന്നാൽ മുങ്ങിപ്പോയി വരുന്നവൻ, മുങ്ങിയിട്ട് മുത്ത് കൊണ്ടുവരുന്നവൻ. വവാസ് മുങ്ങൽ വിദഗ്ധൻ. ശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്. ആഴിയുടെ അലയാഴികളിൽ ഓക്സിജന്റെ സഞ്ചിയുടെ ആവശ്യമില്ല, ആട് മുങ്ങുക. എന്നിട്ട് ദിവസങ്ങളോളം ആഴിയിൽ മുങ്ങിത്തപ്പിയിട്ട് മുത്തുകൾ ശേഖരിച്ച് സുലൈമാൻ അലൈഹിസ്സലാം കൊണ്ടു കൊടുക്കുന്ന ശൈത്താന്മാരെ ഞാൻ അദ്ദേഹത്തിന് വഴിപ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ജിന്നുകൾക്ക് ആ കായൽപട്ടണത്ത് അടുത്തൊരു പള്ളിയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയല്ല, ആ കായൽപട്ടണത്ത് ഒരു പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പള്ളിയെ പറ്റി ജിന്നുകളെ പള്ളി എന്ന് പറയാറുണ്ട്. ഒരു രാത്രി കൊണ്ട് ജിന്ന് പണി കഴിച്ചത് അത്രേ. അതെനിക്ക് ഉറപ്പില്ല, അതൊരു പക്ഷെ അങ്ങനെ ആവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ആ പണിയൊക്കെ ജിന്നുകൾക്ക് കഴിയും. അത്രയുള്ളപ്പോൾ നമ്മളെ ആവശ്യം അതൊക്കെ കഴിയും. ജിന്നുകൾക്കൊന്നും വിഷയമല്ല, ഒരു മിനിറ്റ് കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. കാരണം ബാനി എന്നല്ല അവരെ പറഞ്ഞത്, ബന്നാവ് ഗവാസ്. അവരെ കിട്ടൂല, കിട്ടിയ വലിയ എളുപ്പമുണ്ടായിരുന്നു. വീടുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ബന്നായിനെ കിട്ടിയാൽ വളരെ എളുപ്പ. വലിയ പണിയൊക്കെ എളുപ്പം ചെയ്യൽ അവരുടെ വർഗ ഗുണമാണ്. യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തൂനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ ഖാല ഫരീതും മിനൽ ജിന്ന അനാ അതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ ബൽഖീസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആ സിംഹാസനത്തെ ആരാ കൊണ്ടുവരിക എന്ന് ചോദിച്ചു. അപ്പോൾ ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാ ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകുന്നതിന് മുമ്പ്. എന്നാലും വലിയ കാര്യ, ആയിരക്കണക്കായ കിലോമീറ്റർ ദൂരെ നിന്ന് ഷിപ്പ് കാർഗോ എയർ കാർഗോ ഇല്ലാത്ത കാലത്ത്, ഇനി സപ്പോസ് ഷിപ്പ് കാർഗോ എയർ കാർഗോ ഉണ്ടായാൽ പോലും അത്തരം ഞൊടിയിടയിൽ അതിന്നും നടപ്പില്ല. അതാണ് കൊണ്ടുവരാന്ന് പറഞ്ഞത്. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇവിടെ ഇഫ്രീത്തിനെ ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ ഇഫ്രീത്തിന്റെ വർഗഗുണം പറഞ്ഞു, വർഗനാമം പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരു മനുഷ്യൻ അത് കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ വർഗനാമം പറഞ്ഞില്ല. ഇഫ്രീത്ത് ഒരു വർഗഗുണ, മനുഷ്യൻ എന്നൊരു വർഗഗുണം പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ കഴിവ് മനുഷ്യന്റെ വർഗഗുണമല്ല, സിദ്ധി ഗുണമാണ്. വ്യക്തിഗുണമാണ്. വ്യക്തിഗുണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം, ജിന്നുകളെ മറികടക്കുന്ന കഴിവ് മനുഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്യും. ബുദ്ധിയുള്ളവർക്ക് ഞാൻ അങ്ങനെ സ്പർശിച്ചു തരാണ്. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ധാരാളം പഠിക്കാനുണ്ടാവും, ഞാൻ വിശദീകരിക്കണില്ല, എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ അവർ വലിയ വലിയ കഴിവുകളുള്ള ആളുകളാണ്. അവർക്ക് വലിയ പണിയെടുക്കാൻ കഴിയും. അത് കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. കാലങ്ങൾക്കപ്പുറം നിന്ന് ഒരുപക്ഷെ കോഴിക്കോട്ട് കിടക്കുന്ന ഒരു സാധനം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞൊടിയിട കൊണ്ടുവന്ന് കാണിച്ചു തരാനൊക്കെ അവർക്ക് കഴിയും. 100 കൊല്ലം മുമ്പുള്ള ഒരു കാര്യം ഒരു ജിന്നിന് പറയാൻ കഴിയും. അത് വൈബ് അറിയുന്നത് കൊണ്ടല്ലാതെ
ചില ആളുകൾ ധരിക്കും ജിന്ന് ഗൈബ് അറിയുന്നവരാണ്. ജിന്നിന് ഒരു ഗൈബും അറിയൂല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആർക്കും ഗൈബ് അറിയുകയില്ല. ജിന്നിന് ഗൈബ് അറിയുന്നത് കൊണ്ടല്ല, നമ്മളെക്കാൾ ഇത്തരം കഴിവും ആയുസ്സുമുള്ള ഈ സമൂഹം ഒരുപക്ഷെ ആ സദസ്സിൽ നമുക്ക് മുമ്പ് ഹാജരായിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ, 100 കൊല്ലം മുമ്പ് കോഴിക്കോട് ഒരു ക്ലാസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഒരു ജിന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇത്തരം ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ജിന്ന് പറഞ്ഞത് കണക്കൂട്ടി പറഞ്ഞല്ല, ജിന്ന് അതിൽ പങ്കെടുത്ത് പറഞ്ഞ. കാരണം അവർക്ക് മാത്രം ആയുസ്സുണ്ട്. ജിന്നിന് ഒരിക്കലും ഗൈബൊന്നും അറിയില്ല. അങ്ങനെ ആ വിഡിത്തരൊന്നും തലയെ കയറ്റണ്ട. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ പോയ ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. മരിക്കാൻ നോക്കുമ്പോൾ അല്ലാഹു തആല എന്തെന്നറിയോ, സുലൈമാൻ നബിയോട് വടിമ ചാരി നിന്നിട്ട് മരിക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് പണി ഏൽപ്പിച്ചിരുന്നു ജിന്നുകൾക്ക്. സുലൈമാൻ നബിയെ കണ്ടാലേ ഇവർ പണിയെടുക്കുള്ളൂ. ഒരു വലിയ കള്ളന്മാരാണ്, പണിയെടുക്കാനൊക്കെ ഉഷാറാണെങ്കിലും കണ്ടാലേ പണിയെടുക്കുള്ളൂ. സുലൈമാൻ നബിയോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചതായി അറിയിക്കരുത്, നിങ്ങൾ അജരെത്തിയിട്ടുണ്ട്, മരിക്കല്ലാതെ നിർവാഹമില്ല, പണി ഇവിടെ വീണ്ടും നടക്കണം. അതുകൊണ്ട് നിങ്ങൾ വടിയിൽ ഇങ്ങനെ ചാരി നിൽക്കൂ. അങ്ങനെ നിൽക്കട്ടെ. വടിയിൽ ചാരി നിങ്ങൾ ഇങ്ങനെ നിൽക്കണ കണ്ടാല് സുലൈമാൻ നബി അലൈഹി സ്വലാം മുഖദ്ദസ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിട്ട് വടിയിൽ ചാരി നിൽക്കവേ ആണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായത്. 1 കൊല്ലം അങ്ങനെ നിന്നു എന്നാണ് ആ വിഷയത്തിന്റെ വ്യാഖ്യാനം. ഇന്ന് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച രംഗം ഖുർആൻ പറയുന്നത് എങ്ങനെയാ? അദ്ദേഹം മരിക്കുന്ന നേരത്ത് അല്ലാഹു തആല മാ ദല്ല അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർള് തൗകുലു മിൻ സഅത ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്ന് അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ് മാ ലബിഥൂ ഫിൽ അദാബിൽ മുഹീൻ. സുലൈമാൻ നബി അലൈഹി സ്വലാം വടി ചാരി നിന്നിട്ട് അങ്ങോട്ട് മരിച്ചു. അങ്ങനെയാണ് നിന്ന് മരിച്ചു. മാ ദല്ലവും അലാ മൗതി, മരിച്ച വിവരം അറിയിച്ചു കൊടുത്തില്ല. ഇല്ല ദാബത്തുൽ അർളി, ചെതൽപുറ്റുകൾ അല്ലാതെ. തൗക്കുലു മിൻസാത്തോ, ഈ ചെതൽപുറ്റുകൾ ഈ വടിയെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. കാർന്ന് ഇങ്ങനെ തിന്നു. ഫലമാ ഖറ, അവസാനം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വടി ഉരുമ്മിപ്പോയി. വടി ചെതൽ തിന്നു തീർന്നപ്പോൾ ഫലമാ ഖറ, സുലൈമാൻ നബി വീണു. അപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് ബോധ്യപ്പെട്ടു ഈ ആൾ എന്നോ മരിച്ചിട്ടുണ്ടല്ലോ. അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, നമുക്ക് ഈ വിവരം ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലാ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, 1 കൊല്ലത്തെ അധ്വാന ലാഭം കിട്ടിയിരുന്നല്ലോ, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പൊ അവർക്ക് ഗൈബ് അറിയില്ല എന്ന് ഖുർആൻ സാക്ഷിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ അവർ പറയാം. എന്തുകൊണ്ട്? ഇപ്പൊ കോഴിക്കോട് നടക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക നടക്കുന്ന ഒരു കാര്യം അവർക്ക് പറയാം. എന്തുകൊണ്ട്? അവരാരാന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആകാശത്ത് പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ വയ്യ. ഇപ്പോൾ ചെന്നാൽ മലക്കൾ ഞങ്ങളെ എറിഞ്ഞു ഓടിക്കാണ്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അത് ബിബിഅസത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത പറയുമ്പോൾ പറയേണ്ടതാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ സത്യമാണ്. ചെറുപ്പക്കാരെ, കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതോടുകൂടെ ആകാശത്ത് അല്ലാഹു സെക്യൂരിറ്റി കൂട്ടി എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. എളുപ്പത്തിൽ നേരായ ബുദ്ധിക്ക് മനസ്സിലാക്കാം. പഴയതുപോലെയല്ല. ഇപ്പൊ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ പ്രധാനമന്ത്രി പോകുന്നത് വരെ നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി ഒക്കെ എല്ലാ കടവിലും കവലെല്ലാത്തടത്തൊക്കെ പോലീസ് ഉണ്ടാവും. മുഹമ്മദ് നബി വന്നാൽ പിന്നെ പോവാത്ത ആളാണ് ഇലാ യൗമിൽ ഖിയാമ. മുഹമ്മദ് നബിയുടെ സന്ദേശമാണ്. അതുകൊണ്ട് ആകാശത്തേക്ക് കാറ്റുകൊള്ളാൻ പോകുന്ന കൗമിന് എന്താ അമേരിക്കയിൽ പോയിട്ട് സാധനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്? ഇതുണ്ട്. ഇതാണ് പറഞ്ഞർത്ഥം. അല്ലാതെ അവർ വലിയ ആളുകളാണ്, അവർ വലിയ ഹോജാക്കളാണ് എന്നൊന്നും വിചാരിക്കണ്ട. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കഴിവുകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് കണ്ണും കാതുമുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. വിശ്വാസികൾ അങ്ങോട്ട് ശരിക്കും മിണ്ടാതിരിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ലഹും ഖുലൂബും, മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും ഹൃദയങ്ങളുണ്ട്, വഅഅ്യുനുൻ, കണ്ണുകളുണ്ട്, വആദാനുൻ, ചെവിയുമുണ്ട്. അപ്പൊ അവർ കണ്ണും കാതും ചെവിയും ഒക്കെയുള്ള ജനവിഭാഗമാകുന്നു. അവർ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരാറുണ്ട്. ഒരുപക്ഷെ നമ്മളെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവാം, ഉണ്ട്, വയറ് കേൾക്കാൻ വേണ്ടി വരാറുണ്ട് ആയത്തിൽ കാണാം.
وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروا ഹബീബായ റസൂലുള്ളാഹിന്റെ വഅലിന്റെ സദസ്സിലേക്ക് ജിന്നുകൾ വന്നു. ഫലമ്മാ ഹദറൂഹു ഹബീബിന്റെ സദസ്സിലേക്ക് വഅൽ കേൾക്കാൻ വേണ്ടി അവർ വന്നപ്പോൾ ഖാലു നേതാക്കന്മാർ ചെറിയ ജിന്നുകളോട് പറഞ്ഞു അൻസിതു മിണ്ടാതിരിക്കി, ഇവിടെ വഅൽ നടക്കുകയാണ്, മിണ്ടല്ലി. അപ്പോൾ അവർ ബഹളം ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതൊക്കെ അവർ ചെയ്തോളും. സൗകര്യപ്പെട്ടില്ലേ? ശ്രദ്ധിക്കണേ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്, വലിയ ഒരു സംഗതിയാണ്. 4 കൊല്ലം പറഞ്ഞാൽ തീരാത്ത വിഷയമാണിത്. ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു പോവാ, ശ്രദ്ധിക്കണം. അള്ളാഹു നാഫിയായ തരട്ടെ. മനസ്സുകൊണ്ട് എൻ്റെ കൂടെ പോയി നമുക്ക് പെട്ടെന്ന് പോവാ, മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഅലിൻ്റെ സദസ്സിൽ വന്നു. പേടിക്കണ്ട, ഇവിടെ ഉണ്ടാവാം, അതിന് പേടിക്കണ്ട. തീനാളം കൊണ്ട് ഉണ്ടാക്കിയവരാണ്, അവർക്ക് അത്ര കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട. നമുക്ക് സ്പേസ് വേണം, നമുക്ക് കസേര വേണം, അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവരൊക്കെ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാം. മോമിനീങ്ങളുടെ ജിന്നാണെങ്കിലും മലായിക്കത്താണെങ്കിലും അവരൊക്കെ മോമിനീങ്ങളെ സാന്നിധ്യം നമുക്ക് അല്ലാഹു നൽകട്ടെ. നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. അവരെ പ്രാർത്ഥനയിൽ കേൾക്കട്ടെ, നമ്മളെ ചേർക്കുമാറാകട്ടെ. ഫലമ്മാ ഹളറു ഹബീബായ നബിയുടെ അരികിലേക്ക് വഅൽ കേൾക്കാൻ വന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു അൻസിതു മിണ്ടാതിരിക്കുക, അനുയായികളെ നേതാക്കന്മാർ പറഞ്ഞു. ഫലമ്മാ ഖുളിയ അപ്പോൾ ഈ ആയത്ത് മനസ്സിലാക്കാൻ അവർ വഅൽ കേൾക്കാൻ വേണ്ടി വരും. മിണ്ടാതെ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ സദസ്സിൽ വന്ന് മിണ്ടാതിരുന്നു. എന്നിട്ട് ഫലമ്മാ ഖുളിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഅൽ കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ അവർ അവരെ ജനതയിലേക്ക് വഅൽ പറയാൻ വേണ്ടി പോയി. അപ്പൊ അവർ വഅൽ കേൾക്കൽ മാത്രമല്ല, വഅൽ പറയാറുണ്ട്. വല്ലവിലാ ഖൗമി അവരവരെ ജനതയിലേക്ക് പോയി. മുന്തിരീന ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി. മുന്തിർ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ പേടിപ്പിച്ചറിയിക്കാൻ വേണ്ടി അവർ പോയി. അപ്പൊ അവർ വഅൽ കേൾക്കാറുണ്ട്, വഅൽ പറയാറുമുണ്ട്. അവരെ കൂട്ടത്തിൽ മോശപ്പെട്ടവരാണ് മാത്രം മനസ്സിലാക്കണ്ട. ഒരാളടുത്തൊരു സാലിയായ ജിന്ന് വരുന്നുണ്ട് എന്നാണ് തെറ്റായ കാര്യമൊന്നുമല്ല. സാലിയായ ജിന്നുണ്ട്. അന്നാ മിന്നസ് സ്വാലിഹൂൻ വമിന്നാ ദൂന ദാലിക് ജിന്നെ ഒരു സാലിയായ ജിന്നിന്റെ സാമീപ്യരാക്കുണ്ടാവൽ ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ജിന്ന് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പല ആളുകളും ജിന്ന് എന്ന് പറയുന്ന സ്വാഭാവികമായും പലപ്പോഴും ഇന്നതൊക്കെ ഒരു തട്ടിപ്പിന്റെ ഏർപ്പാടാക്കി മാറ്റിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജിന്ന് സാലിയായ ജിന്ന് വരും പോലെ തന്നെ ഫാസിക്കും കാഫിറുമായ ജിന്നൊക്കെ വരാവുന്നതാണ് ഒക്കെ പിന്നീട് പറയും. വളരെ ശ്രദ്ധിക്കണം. ജിന്ന് എന്നൊക്കെ പറഞ്ഞത് പലപ്പോഴും ഇന്ന സമുദായത്തിൽ ഒരു തട്ടിപ്പിന്റെ ഏർപ്പാടാ. എല്ലാം തട്ടിപ്പാവൊക്കെ അതിനൊക്കെ വഴിപ്പെട്ടു പോകാവുന്ന മൊത്തം നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും തട്ടിപ്പാണ് പല കാര്യങ്ങളും. അത് വ്യവച്ഛേദിക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ കൂടി ശറഅ് പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇവിടെ പറയും. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് നമുക്ക് പരിശോധിക്കാം. അന്നാ മിന്നസ് സ്വാലിഹൂൻ അവരെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്. മാത്രമല്ല വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദാ അല്ലാഹനെ പേടിക്കുന്നവരുണ്ട്, അല്ലാഹനെ കളവാക്കുന്നവരുണ്ട്. മുസ്ലിമായ ജിന്നുകളുണ്ട്, കാഫിറായ ജിന്നുണ്ട്. മുസ്ലിമായ ജിന്നിൽ തന്നെ ഫാസിഖായ മുസ്ലിമുണ്ട്, മുഅ്മിനുണ്ട്. നമ്മളെപ്പോലെ ഒക്കെ ആരിലുണ്ട്? ജിന്നിലുണ്ട്. മനസ്സിലായില്ലേ?